ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണെന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ അടുപ്പം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്ത കാര്യമൊന്നും അല്ല, പോസിബിൾ ആണ്, ബട്ട് കുറച്ച് അധികം എഫേർട്ട് എടുക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഇതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇത് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാന്നുള്ളതൊന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ പാർട്ട്ണറിന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആവാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത്. ഈ ടൈം സോൺ ഡിഫറൻസും അവരുടേതായ തിരക്കുകളൊക്കെ കാരണം എപ്പോഴും വിളിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറ്റിക്കൊള്ളണമെന്നില്ല. എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാനോ ഒരു മെസ്സേജ് അയച്ചിടാനോ ശ്രമിക്കുക. കോൺസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം എഫേർട്ട് തന്നെ എടുക്കണം. ഇതിന്റെ കൂടെ തന്നെ വരേണ്ട ഒരു കാര്യമാണ് ട്രസ്റ്റ് ബിൽഡിംഗ്. ഓൾറെഡി ഉണ്ടായിട്ടുള്ള കുഞ്ഞു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ പറയുന്ന പോലെ കോൺസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്സ് ഉള്ള ഒരു പേഴ്സണിന് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡൗട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്ക് ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ, അയാൾക്ക് എന്നോട് ഇപ്പൊ ഇഷ്ടമില്ലേ, നമ്മുടെ ഇടയിലെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതിനെല്ലാം ഇല്ല, എനിക്കിപ്പോഴും തന്നെ ഇഷ്ടമാണ്, നമ്മുടെ റിലേഷൻഷിപ്പ് പഴയ പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു റീ അഷ്വറൻസ് ഓപ്പോസിറ്റ് പാർട്ട്ണർ എപ്പോഴും ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ ഈ ഒരു ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും.